ഞാനും കൂടി ഇനി ആ വിധത്തിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ കൂടുതൽ ക്ഷീണിക്കാൻ സാധ്യതകളുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു നിവേദനമാണ്. തിരുവനന്തപുരക്കാരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശബരിമല. ആ ശബരിമലയിൽ വിശ്വാസം തകർക്കപ്പെടുന്ന സാഹചര്യം മേലിൽ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ആ ശബരിമല ഉൾപ്പെട്ട പ്രദേശം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഈ കേരളത്തിൽ അധികം താമസിയാതെ BJPയുടെ കൈകളിലേക്ക് ഈ ഭരണം വരും എന്ന് വിചാരിച്ചാലും ഇവിടെ നാസ്തികന്മാരുടെ കൈകളിൽ കുറേയേറെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ആ നിലയ്ക്ക് അവർ വീണ്ടും ആ വിശ്വാസത്തെ തകർക്കാനും 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലാത്ത ശബരിമല ശാസ്താവിൻ്റെ സന്നിധാനത്തിലേക്ക് പ്രത്യേകിച്ച് ഉടുവസ്ത്രം പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന ആ സ്ത്രീകളെ ഇനിയും പിണറായി വിജയനെ പോലുള്ള ആളുകൾ കയറ്റിക്കൊണ്ട് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ശല്യം ഒഴിവാകും. അത് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നാണ് വിനയപുരസ്സരം എനിക്ക് പറയാറുള്ളത്. മറ്റൊരു കാര്യം, ഒരു 15 വർഷത്തിന് മുമ്പ് കേരള നിയമസഭയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. കേരള ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചെങ്കിലും ഈ തിരുവനന്തപുരത്ത് സ്ഥാപിക്കണം. ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഞാനത് പറഞ്ഞപ്പോൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞ മറുപടി, നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരവും നിയമ സംവിധാനത്തിൻ്റെ ആസ്ഥാനം എറണാകുളവുമാണ്. അത് മധ്യമാണ്. ഞാനന്ന് ചോദിച്ചു, എന്നാൽ തൃശ്ശൂരാക്കണ്ടേ? ഏകദേശം മധ്യമാക്കിയാണെങ്കിൽ തൃശ്ശൂരാക്കണം. തർക്കം ഉണ്ടായതാണ്. അപ്പോൾ പറഞ്ഞത്, ഗവൺമെൻറ് പറഞ്ഞ മറുപടി, ഇവിടെ നിന്ന് കോടതി ഇനി ഒരു ബെഞ്ച് വരുന്നെങ്കിൽ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് വെക്കാം. അങ്ങനെയാണ് വഴക്കെന്ന് അവസാനിച്ചത്. പക്ഷേ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോഴിരിക്കുന്ന ആസ്ഥാനത്ത് നിന്ന് മാറി ഒരു 10-15 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി 100 ചില്ലുവാനും കോടി രൂപ മുതൽ മുടക്കി ഒരു കോടതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്, കെട്ടിടം പണിയാൻ. അങ്ങനെയെങ്കിൽ ആ ചെലവ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹൈക്കോടതിയുടെ ഒരു 2 ബെഞ്ച് ഈ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചാൽ ഒരു 400 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും കെട്ടിപ്പെറുക്കി പോവുകയാണ് എറണാകുളത്തിന്. എല്ലാ ദിവസവും ട്രെയിനെ നോക്കിക്കോളൂ, ഫയലും ചുമന്നുകൊണ്ടുള്ള പോക്കാ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിന്. വല്ല ഗുണമുണ്ടോ? ആ പോക്കെല്ലാം അവസാനിപ്പിക്കും. 2 യജ്ഞിമാർ മാത്രം ഇവിടെ വന്നാൽ ആ പ്രശ്നം തീരുകയാണ്. ആ കാര്യവും തിരുവനന്തപുരംകാരൊന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. കാരണം രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു കാര്യം, ഞാൻ സമയമില്ല, അത് ഇനിയും പ്രസംഗമുണ്ട്. അത് തന്നെയല്ല, പ്രിയങ്കരനെ മോദിക്ക് വരാൻ പോവുക. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. 14 ജില്ലയിലും ജാഥ നടത്തി 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്തേക്ക് BJPയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സുരേന്ദ്രൻ എത്തി നിൽക്കുകയാണ്. ആ ജാഥ നടത്തിയ സുരേന്ദ്രനും ആ ജാഥയിൽ പങ്കെടുത്ത നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരഭ്യർത്ഥന. കാരണം ആ ജാഥയിലൂടെ കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റം, കേരളത്തിൽ BJPക്ക് അനുകൂലമായി വന്നിരിക്കുന്ന മാറ്റം അത്ഭുതാവഹമാണെന്ന് ഒരു നിഷ്പക്ഷമായ കാഴ്ചപ്പാടോടെ പറയാൻ എനിക്ക് കഴിയും. നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ, എനിക്ക് കിടക്കുന്നില്ല, സമയമില്ല, ഒരു സംശയമില്ല, 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ 2 അല്ലെങ്കിൽ 3 വർഷത്തിനകം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മോദിജിയുടെ ഇന്ത്യ രാജ്യം മാറാൻ പോവുകയാണ്. അവിടാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് തിരുവനന്തപുരത്തെ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിന് വേറെ കൊണ്ട് വല്ലയിടത്ത് വോട്ട് ചെയ്യുന്നു? ആ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ പോരെ? നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആള് ആ ഡൽഹിയിൽ പോയിട്ട്
റോഡിൽ കൂടെ ചുമ്മാ നടക്കുന്നതല്ലാതെ വല്ല കാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ആര് ശ്രദ്ധിക്കാൻ? മോദിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിച്ച് MP ആയി ചെന്നാൽ ഈ തിരുവനന്തപുരത്തിനും കേരളത്തിനും കിട്ടാൻ പോകുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചതുകൊണ്ടായില്ല. നിങ്ങളുടെ അയൽവാസികളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, നിങ്ങളുടെ അയൽവാസികളും ബന്ധുമിത്രാദികളും ആയിട്ടുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും BJPയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചിന്തിപ്പിക്കാനും ആ വോട്ടുകൾ മുഴുവൻ നമ്മുടെ അനുകൂലമാക്കി മാറ്റി ഈ പ്രാവശ്യം തിരുവനന്തപുരത്തും നമ്മുടെ ഒരു MP ഉണ്ടാകാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി നിങ്ങൾ പുറകോട്ട് പോയി ഇന്ന് വീട്ടിലേക്ക് പോകാവൂ എന്ന് വിനയപ്രസന്ന ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സുരേഷ് ഗോപി വന്നിട്ടുണ്ട്. ഇവിടെ വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി, നിങ്ങൾ സംശയിക്കണ്ട. വളരെ ഇന്ന് സുരേഷ് ഗോപി ഇച്ചിരി കറുത്തിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. നല്ലോണം ഓടി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കറുത്തിട്ടുണ്ട്. അങ്ങനെയാട്ടെ, അല്പം കറുത്തോട്ട് കുഴപ്പമില്ല. നമുക്ക് ആ തൃശ്ശൂർ പിടിക്കണമെന്ന് മാത്രമല്ല, ഞാൻ ഒരു മാസത്തിന് മുമ്പ് പറഞ്ഞ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ചുരുങ്ങിയത് 5-ൽ കൂടുതൽ MPമാർ ഈ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിജിക്ക് കൈവെക്കാനുണ്ടാവും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പം പത്രക്കാർക്ക് ഒരു സംശയം, ഏതൊക്കെയാണ് ഈ 5? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബഹളം വെക്കണ്ട. ആ 5 ഏതാന്ന് ഞാൻ പറഞ്ഞാൽ 5-ാമത്തല്ല ഞാൻ പറഞ്ഞ 5-ൽ കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പേര് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ നിൽക്കുന്ന സ്ഥാനാർത്ഥി വെറുതെയാവില്ലേ? അവിടെ അത് പറയുന്നില്ല. നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ. 5-ൽ കൂടുതൽ MPമാരെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടാവും. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ, ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ, അവിടെ എല്ലാം ഫോണിലൂടെയാണെങ്കിലും ബന്ധപ്പെട്ട് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കണം. നിങ്ങളുടെ പ്രവർത്തനമാണത്. നിങ്ങൾ പ്രവർത്തകരാണ്, നമ്മളെല്ലാവരും പ്രവർത്തകരാണ്. ഞാൻ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ എവിടൊക്കെയുണ്ടോ, ഇന്ത്യ രാജ്യത്ത് എവിടൊക്കെയുണ്ടോ, അവിടെയെല്ലാം മോദിജിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയക്കുറവുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. അതോടൊപ്പം ഒറ്റ വാക്ക്, കേരള ജനപക്ഷം പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നലെ പ്രവർത്തകരായിരുന്നു ഇവിടെയുണ്ട്. അവരെല്ലാം ഇനി BJPയുടെ പ്രവർത്തകരാണ്. ഇനി മേലിൽ ജനപക്ഷം എന്നൊരു സ്ഥാപനം ഉണ്ടാവില്ല. ഇലക്ഷൻ കമ്മീഷൻ ഞാൻ എഴുതി കൊടുക്കുന്നില്ല, കൊടുത്താൽ അത് വല്ലവരും കൊണ്ടുപോയെങ്കിൽ പിന്നെ അതും കൂടി ചാടി വരും. അതെന്താണ് ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മുഴുവൻ പ്രവർത്തകരും കേരളത്തിലെ BJPയോടൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ വളരെ സന്തോഷത്തോടു കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.